11 വയസ്സുകാരിയെ വീടിന്റെ ജനാലയിൽ കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീകാര്യം പൗഡിക്കോണം സുഭാഷ് നഗർ മാമൂട്ടിൽ വടക്കതിൽ ഡ്രൈവറായ രൂപേഷിന്റെയും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ സെക്യൂരിറ്റി സ്റ്റാഫ് ചിത്രയുടെയും മകൾ ആരാധികയാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചക്ക് 2:00-ഓടെയായിരുന്നു സംഭവം നടന്നത്. ചേങ്കോട്ടുകോണം സ്വാമിയാർമഠം ശ്രീനിലകണ്ഠ വിദ്യാപീഠത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആരാധിക. സംഭവ സമയം വീട്ടിൽ ആരാധികയും 4 വയസ്സുകാരി അനുജത്തി രുദ്രയും മാത്രമാണുണ്ടായിരുന്നത്. കുട്ടികളെ അയൽപക്കത്തെ വീട്ടുകാരെ ഏൽപ്പിച്ചാണ് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത്. ഉച്ചക്ക് അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ അനുജത്തി തിരികെ എത്തിയപ്പോഴാണ് ജനാലയിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചതും. ഇന്നലെ രാവിലെ സമീപത്തെ ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിക്കാൻ പോയ ആരാധിക ഉച്ചക്ക് വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷമാണ് രുദ്ര ഭക്ഷണം കഴിക്കാനായി അടുത്ത വീട്ടിൽ പോയത്. ശ്രീകാര്യം പോലീസെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിലെ ജനലിൽ റിബൺ കെട്ടി അത് കഴുത്തിൽ കുരുക്കിട്ട നിലയിലായിരുന്നു മൃതദേഹം. സംഭവ സമയത്ത് മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഇളയ സഹോദരി അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാരെത്തി റിബൺ മുറിച്ചുമാറ്റി ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് എത്തിച്ചത്. പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടെ അപകടം സംഭവിച്ചതെന്നാണ് നിഗമനം. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തിട്ടുണ്ട്. നാട്ടുകാർ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നത് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അടുത്തുള്ള വീട്ടിലേക്ക് അനുജത്തി ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും താൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ആരാധിക തോർത്തുമെടുത്ത് കുളിക്കാൻ പോയ ശേഷമാണ് അനുജത്തി ഭക്ഷണം കഴിക്കാൻ പോയത്. ഇതിനിടെ കിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയായ മാതാവ് അടുത്ത വീട്ടിൽ ഫോൺ ചെയ്ത് കുട്ടികളുടെ കാര്യം തിരക്കിയിരുന്നു. തുടർന്ന് അടുത്ത വീട്ടിലെ വീട്ടമ്മ ആരാധികയെ വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചിട്ടും കുട്ടി എത്താത്തതിനെ തുടർന്ന് ചേച്ചിയെ വിളിച്ചു കൊണ്ടുവരാൻ ഇളയ കുട്ടിയെ പറഞ്ഞു വിട്ടു. ഇളയ കുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് ആരാധിക ജനാലയ്ക്ക് സമീപം തോർത്തുമായി ചാരി നിൽക്കുന്നത് കണ്ടത്. തിരികെ അടുത്ത വീട്ടിലെത്തിയ കുട്ടി ചേച്ചി വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ജനാലയുടെ അരികിൽ തോർത്തുമായി നിൽക്കുന്നുവെന്ന് പറഞ്ഞതിനെ തുടർന്ന് വീട്ടമ്മ പോയി നോക്കിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടത്. ഇവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചതും. എന്നാൽ കഴുത്തിൽ റിബൺ കെട്ടിത്തൂക്കിയ നിലയിലാണ് കാണുന്നത്. കുട്ടി കളിയുടെ ഇടയിൽ അബദ്ധത്തിൽ ചെയ്തതാണോ അതോ പിന്നിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.